ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. സെമിനാർ ഹാളിൽ നിന്ന് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് S/0 ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തു. S/1 മറ്റൊന്ന്. അതിൻ്റെ റെക്കോർഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇതിന് അകത്ത് ചെയ്യേണ്ട കാര്യം സ്ട്രക്ചറിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഹോട്ടൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഹോട്ടൽ ഡീറ്റെയിൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹോട്ടലിൻ്റെ നെയിം, ഹോട്ടലിൻ്റെ അഡ്രസ്സ്, ഹോട്ടലിൻ്റെ ഗ്രേഡ്, ആവറേജ് റൂം റെൻറ്റ്, നമ്പർ ഓഫ് റൂംസ്, ഇങ്ങനെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രക്ചറിനകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് സ്റ്റോറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറായ ഹോട്ടൽ ഡീറ്റെയിൽസിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രേഡ് കൊടുത്താൽ ആ ഗ്രേഡുള്ള ഹോട്ടൽ ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്യണം. ചെയ്യേണ്ട കാര്യം മനസ്സിലായോ? കുറേ ഹോട്ടൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നു. ഹോട്ടലിന് എന്തൊക്കെ ഡീറ്റെയിൽ? ഇത്രയും ഡീറ്റെയിൽസ്, ഗ്രേഡ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യും. ഗ്രേഡ് നമ്മൾ എന്തെങ്കിലും കൊടുക്കാം. 1, 2, 3 അങ്ങനെ ഗ്രേഡ്സ് കൊടുക്കാം. ആ ഗ്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ 4 എന്ന് പറയുന്ന ഗ്രേഡ് കൊടുത്താൽ A എന്ന് പറയുന്ന ഗ്രേഡ് കൊടുത്താൽ A എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടലുകൾ പ്രിന്റ് ചെയ്യണം. 4 എന്ന് പറയുന്ന ഗ്രേഡ് കൊടുത്താൽ 4 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടലുകൾ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഗ്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിന്റ് ചെയ്യാൻ വേണം. കുറേ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡാറ്റാബേസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന പെർട്ടിക്കുലർ ഗ്രേഡുള്ള മാത്രം പ്രിന്റ് ചെയ്ത് വരണം. ഇതെങ്ങനെ വരുന്ന ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ അകത്ത് വന്നാൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം. മീനിൻ്റെ പുറത്ത് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വെച്ചു. അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയത് കീവേഡ് ഉപയോഗിക്കാം. സ്ട്രിങ്ങോ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. സ്ട്രക്ചറിൻ്റെ പേര് അടുത്ത പറയണ്ട, സ്പേസ് ഇട്ടിട്ട്, അല്ലെ സ്ട്രക്ചർ ടാഗ് എന്നാ പറയുന്നത്. സ്ട്രക്ചർ ടാഗായിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഹോട്ടൽ എന്ന് കൊടുക്കണം. സ്ട്രക്ചറിൻ്റെ പേരെന്താ? ഹോട്ടൽ. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ബ്രേസ് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ അകത്ത് എന്ത് പറയണ്ട? സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിനെ പറയണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? ആദ്യം നെയിം സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പം നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ക്യാരക്ടർ അറയല്ലേ അല്ലേ? നെയിം എന്ന് പറയുന്നത് ഈസ് എ സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യണ ഒരു ക്യാരക്ടർ അറേ വേണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഒരു സ്ട്രക്ചർ മെമ്പർ, ഒരു ക്യാരക്ടർ അറേ സ്ട്രക്ചർ മെമ്പർ വേണ്ടത്. വേറെ ക്യാരക്ടർ അറേ ആയിട്ട് ഒരു മെമ്പർ ഉണ്ടാക്കണം. എങ്ങനെ മെമ്പർ ഉണ്ടാക്കാം? മെമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് സ്പേസ് മെമ്പർ നെയിം, അങ്ങനെയാണ് സിൻടാക്സ്. ഡാറ്റ ടൈപ്പ് കെയർ എന്ന് കൊടുത്തു. മെമ്പറിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. മെമ്പറിൻ്റെ പേര് നെയിം എന്ന് കൊടുക്കാം. നെയിം ഓഫ് സൈസ് എന്ന് കൊടുക്കാം. ഒരു പേര് സ്റ്റോർ നമുക്ക് ഏകദേശം ലൊക്കേഷൻ വന്നിടാം. 20 നെയിം എന്ന് പറഞ്ഞാൽ 20 കൊടുത്തു. പിന്നെ എന്താ സ്റ്റോറി ഉണ്ട്? അഡ്രസ്. അഡ്രസ്സും സ്ട്രിങ് അല്ലേ? അപ്പോൾ വീണ്ടും ഒരു ക്യാരക്ടർ അറേ വേണ്ടേ? കെയർ ADDR എന്ന് കൊടുക്കാം. ADDR ഓഫ് സൈസ് എത്ര കൊടുക്കാടാ? ഒരു 50 കൊടുക്കാം. സെമി. അടുത്ത എന്താ സ്റ്റോറി ഉണ്ട് നമുക്ക്? ഗ്രേഡ്. ഗ്രേഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ക്യാരക്ടർ വിട്ട് സ്റ്റോർ ABCD എന്നുള്ള എന്തെങ്കിലും ഗ്രേഡ് കൊടുക്കാം, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് പറയുന്ന ഗ്രേഡ് കൊടുക്കാം. എങ്ങനെ കൊടുക്കണം നിങ്ങൾ പറഞ്ഞു? 5 സ്റ്റാർ റേറ്റിംഗ് അങ്ങനെയല്ല. അങ്ങനെ ഇൻഡിജറിലാണല്ലത്. 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ, അങ്ങനെ സ്റ്റാർ ആയിക്കോട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും കൊടുക്കാം ഗ്രേഡ്. ഇനി ABCD കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ എന്ത് കൊടുത്തു? ഇൻഡ് ഗ്രേഡ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. വേരിയബിൾ അല്ല, സ്ട്രക്ചർ മെമ്പർ. അടുത്ത നമുക്ക് സ്റ്റോറി ഉണ്ട് ആവറേജ് റൂം റെന്റ് അല്ലേ? അതെന്തായിരിക്കും? ഏത് ടൈപ്പ് വാല്യൂ ആയിരിക്കും ഇവിടെ? റൂം റെന്റ് ഫ്ലോട്ട് ആവാൻ സാധ്യത. ചിലപ്പോൾ ഇൻവോയ്സ് എല്ലാം കൂട്ടി പറയില്ല, GST എല്ലാം അടക്കം അല്ലേ? അപ്പോൾ ഫ്ലോട്ട് എന്ത് കൊടുക്കുക? ഒരു പേര് പറഞ്ഞു. R റെന്റ് എന്ന് കൊടുക്കാണ്. R_റെന്റ് എന്ന് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യണ്ടുള്ളൂ അല്ലേ? നമ്പർ ഓഫ് റൂം ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഇൻഡിജർ ആയിരിക്കും അല്ലേ? അല്ലേ? ഇൻഡ് നമ്പർ ഓഫ് റൂം എന്ന് എടുത്തു. ഇത്രയും കാര്യങ്ങൾ വേണം. ഇത്രയും മെമ്പേഴ്സ് വേണം. ഇനി സ്ട്രക്ചർ വാരിയബിളിനെ നമ്മൾ എവിടെ ഉണ്ടാക്കുക? ഇത് സ്ട്രക്ചർ വാരിയബിൾ ആണ് ഈ പറഞ്ഞതൊക്കെ അല്ല. ഫ്ലോട്ട് വന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ റെൻ്റാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലോട്ട് ഇൻഡിജർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്ലോട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താണ് റൂമിൻ്റെ റെൻ്റ് 1500 രൂപ 50 പൈസ അങ്ങനത്തെ വാല്യൂ സ്റ്റോർ ചെയ്യണം. നമ്മൾ ഫ്ലോട്ട് കൊടുക്കണം. അതുകൊണ്ട് ഫ്ലോട്ട് കൊടുത്തു അതൊരു നിർബന്ധവും ഇല്ല. അത് ഫ്ലോട്ട് കൊടുത്താൽ ഇന്നും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഗ്രേഡ് കിട്ടണം കൃത്യം. ഇന്നേ ഗ്രേഡ് കൊടുക്കും, ഇന്നേ ഔട്ട്പുട്ട്, ഇന്നേ ഹോട്ടലുകളാണ് ഇന്നേ ഗ്രേഡുള്ളതെന്ന് പറഞ്ഞ് പ്രിൻ്റ് ആവണം. ഇനി ഇതിൻ്റെ വാരിയബിളിനെ ക്രിയേറ്റിലാണ് അടുത്ത പരിപാടി അല്ലേ? ഇപ്പം മെമ്മറിയിൽ റിസർവേഷൻ എന്താ നടക്കുമോ? ഇല്ല. എപ്പോഴാണ് റിസർവേഷൻ നടക്കുക?
സ്ട്രക്ചർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയോ സ്ട്രക്ചർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഡെഫിനേഷൻ സ്ട്രക്ചറിനെ നിങ്ങൾ ഈ ഡിഫൈൻ ചെയ്ത ബ്രേസ് ക്ലോസിങ്ങിന്റെ അപ്പുറം തന്നെ എന്ത് ചെയ്യാം, സ്ട്രക്ചർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ എ എന്ന് കൊടുത്താൽ എന്താണ്, എ ഈസ് എ സ്ട്രക്ചർ വാരിയബിൾ. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് റാമിൽ എന്ത് ചെയ്യുന്നത്, നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക്, അഡ്രസ് സ്റ്റോർ ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ എവിടെ പറഞ്ഞ സ്ട്രക്ചറിന്റെ തിയറി പറയുമ്പോൾ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഓർഡിനറി വാരിയബിൾ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അറേ വാരിയബിളും കൊടുക്കാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അറേ ഓഫ് സ്ട്രക്ചർ പറഞ്ഞു. എന്തായിരിക്കും വ്യത്യാസം ഇങ്ങനെ കൊടുക്കുമ്പോൾ? ഇവിടെ എന്താ കൊടുത്തത്, എ ഓഫ് 20 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ റാമിലെ റിസർവേഷൻ എങ്ങനെ, ഇതൊന്ന് ഓർത്ത് വെച്ചോളടാ. ഈ സ്ട്രക്ചറിന്റെ മെമ്പേഴ്സിനൊന്ന് ഓർഡർ തന്നെ ഓർത്ത് വെച്ചോളാം. ആദ്യത്തെ മെമ്പർ നെയിം 20, രണ്ടാമത്തെ മെമ്പർ അഡ്രസ് 50, മൂന്നാമത്തെ നമ്പർ ഗ്രേഡ് ഇൻറ്റ്, നാലാമത്തെ മെമ്പർ ഫ്ലോട്ട് R2, അടുത്ത മെമ്പർ റൂം നമ്പർ. ദെൻ അതിൻ്റെ താഴെ എന്തുണ്ടാക്കി, സ്ട്രക്ചർ വാരിയബിൾ ഉണ്ടാക്കി. സ്ട്രക്ചർ വാരിയബിൾ ഈസ് എൻ അരേ. ശ്രദ്ധിക്കണം, അരയാണ് കൊടുത്തത്, സാധാ ഓർഡിനറി വാരിയബിളിന്റെ പേരല്ല, അരേന്റെ പേരാണ് കൊടുത്തത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ റാമിന്റെ അകത്ത് എങ്ങനെ റിസർവേഷൻ പോകും നോക്കാം. റാമിന്റെ അകത്ത് നമുക്ക് മെമ്മറി കിട്ടും, റാമിന്റെ അകത്ത് നമുക്ക് മെമ്മറി റിസർവ് ചെയ്യും. അപ്പോൾ എങ്ങനെ റിസർവേഷൻ പോകുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അങ്ങോട്ട് വരികയാണ്. നമ്മൾ അരേന്റെ പേരെന്താ കൊടുത്തേ, അരേന്റെ പേരെന്താ കൊടുത്തേ, എ എന്നല്ല കൊടുത്തേ. ഞാൻ അരേ പേർക്കാണ്. അരേ എന്ന് പറഞ്ഞാൽ എന്താണ്, അരേന്റെ ഡെഫിനേഷൻ എന്താ, കണ്ടിച്ച് റാമിലെ തുടർച്ചയായ മെമ്മറി ലൊക്കേഷനിൽ എടുക്കുക അരേ, അങ്ങനല്ലേ? റാമിലെ തുടർച്ചയായ മെമ്മറി ലൊക്കേഷനിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് അരേ ആവുന്നു എന്നാണ് അരേന്റെ ഡെഫിനിഷൻ, അല്ലേ? അപ്പൊ അരേ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലൊക്കേഷൻ, അതറിയാലോ അല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചർ വാരിയബിളിന്റെ സൈസ് എത്ര കൊടുത്തേ, എ ഓഫ് 20, അല്ലേ? അപ്പൊ ഇൻഡെക്സ് എവിടെ മുതൽ എവിടെ വരെ വാരിയും, എ ഓഫ് 0 മുതൽ പിന്നെ എ ഓഫ് 1 ഉണ്ടാവും, പിന്നെ എ ഓഫ് 2 ഉണ്ടാവും, ദെൻ പോയി അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ലൊക്കേഷൻ എക്സെട്ര അപ് ടു ലാസ്റ്റ് എന്ത് വരുവാ, എ ഓഫ് 90, അല്ലേ? ടോട്ടൽ 20 ലൊക്കേഷൻ. അതായത് ഈ ഒരു അറേന്റെ അകത്ത് നമുക്ക് എത്ര ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാം, 20 ഹോട്ടലുകളുടെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാം, 20 ഹോട്ടലുകൾ. അതിൽ ഈ 0th ഇൻഡെക്സിൽ, എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഒരു ഹോട്ടലിന്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യും. എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചർ മെമ്പേഴ്സുകൾ? അപ്പം എ ഓഫ് 0 എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അകത്ത് നമുക്ക് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാവും. എത്ര സൈസ് കൊടുത്തത്, നെയിം സ്റ്റോർ ചെയ്യാൻ 20, എത്ര ബൈറ്റ് വരുവാടാ, ക്യാരക്ടർ അല്ലേ? അപ്പൊ 20 ബൈറ്റ് വേണം. ഓരോ ലൊക്കേഷൻ ഓരോ ബൈറ്റ്, ടീച്ചർ ക്യാരക്ടർ ആയാലും. ഇനി അടുത്ത എന്തായിരുന്നു, അഡ്രസ്, അല്ലേ? അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും റാമിൽ റിസർവ് ചെയ്തിട്ടുണ്ടാവും. എത്രയാ റിസർവ് ചെയ്ത്, 50 അല്ല എടുത്ത് നമ്മൾ 50 ബൈറ്റ് അവിടെ റിസർവ് ആയിട്ടുണ്ടാവും. പിന്നെയോ റൂം റേറ്റിംഗ് ആണോ, റേറ്റിംഗ് ആണോ അടുത്ത മെമ്പർ, ഗ്രേഡ്. അടുത്ത മെമ്പർ കൊടുത്തത് നമ്മൾ ഗ്രേഡ് എന്നാണ്. ഗ്രേഡിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരുന്നു, ഇൻറ്റിജർ അല്ലേ? ഇൻറ്റിജർ ആണ് എത്ര ബൈറ്റ് റിസർവ് ചെയ്യാ, 2 ബൈറ്റ്, അല്ലേ? അടുത്ത മെമ്പർ ഏതാ, റെന്റ്, ആവറേജ് റെന്റ് അല്ല, ഫ്ലോട്ട് ആകുമ്പോൾ 4 ബൈറ്റ്, അല്ലേ? അതിന് ലാസ്റ്റ് മെമ്പർ ഏതാ, റൂം നമ്പേഴ്സ്, അല്ലേ? എത്ര റൂം ഉണ്ട് എന്നുള്ളത്, അത് എത്രയാണ് കൊടുത്ത് നമ്മൾ, ഇൻറ്റിജർ അല്ല, 2 ബൈറ്റ്. ഇപ്പൊ എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിന്റെ എ ഓഫ് 0ന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് റാമിൽ തുടർച്ചയായ ലൊക്കേഷനാണ് കിട്ടുകയെന്ന് പറഞ്ഞത്. റാമിൽ കിട്ടിയ അഡ്രസ് 1000 ആണെന്ന് വെച്ചോ, സ്റ്റാർട്ടിങ് കിട്ടിയതാ വെച്ചോ, ബേസ് അഡ്രസ് സ്റ്റാർട്ടിംഗാണ് കിട്ടിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്ന 1000 മുതൽ എത്ര വരെ ഉള്ളതായിരിക്കും, ഫിസിക്കൽ അഡ്രസ്സാണ് പറയുന്നത്. റാമിന്റെ അകത്തുള്ള ഫിസിക്കൽ അഡ്രസ് എവിടെ മുതൽ എവിടെ വരെ കിട്ടും. ഫിസിക്കൽ അഡ്രസ് നമ്മൾ പ്രോബ്ലത്തിലൊന്നും ചെയ്യുന്നില്ല, പ്രോബ്ലത്തിൽ ഫിസിക്കൽ അഡ്രസ് നമ്മൾ ഡീൽ ചെയ്യും. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, 1000 ആണ് ആദ്യത്തെ അഡ്രസ് കിട്ടിയതെങ്കിൽ നമുക്ക് എത്ര ലൊക്കേഷൻ കിട്ടും, 1000 മുതൽ എത്ര വരെയായിരിക്കും എ ഓഫ് 0. ഇത് കൂട്ടിയാൽ മതി. ഓരോ ലൊക്കേഷൻ ഓരോ ബൈറ്റാന്ന് വെച്ചോ, 1000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാം, 1001 ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ നോക്കിയേ, 20ഉം 50ഉം 70 വന്നു, 70 ബൈറ്റ് വന്നു. 70ഉം 2ഉം 72, 72ഉം 4ഉം 76 2ഉം 78 ബൈറ്റാണ് ആർക്ക് വേണ്ടടാ, എ ഓഫ് 0ന് വേണ്ട. അപ്പൊ 1000 മുതൽ പിന്നീട് അങ്ങോട്ട് 78 ബൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ എവിടെ വരിക, 1000 to 1070 1000 തുടങ്ങുന്നത്.
1000 അപ്പോൾ ഒരു ലൊക്കേഷനാണ് എടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ലൊക്കേഷൻ 78 ആയിരിക്കുമോ? 1000 77 ആയിരിക്കും. 1000 മുതൽ 1077 ലൊക്കേഷൻ ഏതിനെ റെപ്രസെന്റ്? അത്രയും വലിയ ലൊക്കേഷനാണ് A0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അത് കിടക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ലോജിക്കൽ അഡ്രസ് A0. ഇപ്പോൾ A0 എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്ന ഫിസിക്കൽ അഡ്രസ് മുതൽ 1017 വരെയുള്ള അഡ്രസ് ലൊക്കേഷൻ, അത്രയും ഹ്യൂജ് ലൊക്കേഷനാണ് A0 ആ A0 എന്ന് പറയുന്ന ഇൻഡെക്സ് ഈ ഒരു ബ്ലോക്കിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ സ്റ്റോർ ചെയ്യാം? നെയിം സ്റ്റോർ ചെയ്യാം, അഡ്രസ് സ്റ്റോർ ചെയ്യാം, ഗ്രേഡ് സ്റ്റോർ ചെയ്യാം, റെന്റ് സ്റ്റോർ ചെയ്യാം, റൂം നമ്പർ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ A1 എന്ത് ചെയ്യും? മറ്റൊരു രണ്ടാമത്തെ ഹോട്ടലിന്റെ ഡീറ്റെയിൽസുകൾ A1 സ്റ്റോർ ചെയ്യും. മൂന്നാമത്തെ ഹോട്ടലിന്റെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് A2 സ്റ്റോർ ചെയ്യും. അങ്ങനെ മാക്സിമം നമുക്ക് എത്ര സ്റ്റോർ ചെയ്യാം? 20 ഹോട്ടൽസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്ത ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? നമുക്കെന്താ ചെയ്യാം? നമ്മളെ പ്രോഗ്രാം എന്താ? നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് അങ്ങ് കൊടുക്കും. 5 ഗ്രേഡ് ഉള്ളത് അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന സ്റ്റാർ ഉള്ളത് ഹോട്ടലിന് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ 5 എന്ത് ചെയ്യണം? 5 സ്റ്റാറുള്ള ഹോട്ടൽ, 5 എന്ന് പറയുന്ന ഗ്രേഡ് കൊടുത്ത ഹോട്ടൽ ഏതാണെന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ലൊക്കേഷനും പോയി നോക്കണം. A0 എന്താണ്? A0 റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആണെന്ന് നോക്കണം. ആണെങ്കിൽ ആ ഹോട്ടലിന്റെ പേര് പ്രിന്റ് ചെയ്യണം. ഇഫൊക്കെ എവിടെ വെക്കേണ്ടി വരും. പിന്നെ A1 എന്താ നോക്കും? 5 സ്റ്റാർ റേറ്റിംഗ് ആ നോക്കും. ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. പിന്നെ A2 നോക്കും. അങ്ങനെ എവിടെയൊക്കെ നമ്മൾ ഹോട്ടൽ ഡീറ്റെയിൽസ് കൊടുത്തു അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഓരോ ലൊക്കേഷനിലും ഉള്ള ഗ്രേഡ് എന്താണോ നോക്കണം. 5 ആണോ നോക്കി പോകണം. ആണെങ്കിൽ ഈ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ആവണം. ആണ് പ്രോഗ്രാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് ബാക്കിയുള്ള കോഡുകൾ, അതായത് നമുക്ക് ഈ ഹോട്ടൽ ഡീറ്റെയിൽസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡുകൾ എഴുതാൻ പോവാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു അരയാണ് ഉണ്ടാക്കിയത്. സോ അരേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യുന്ന ഡീറ്റെയിൽസ് പോവുക A0 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും. അപ്പം A0 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ A0 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് നമുക്ക് ഹോട്ടൽ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഫസ്റ്റ് നമ്മൾ യൂസറോട് എന്ത് പറയണം? ഹോട്ടൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം അല്ലേ? ഞാൻ പ്രിൻ്റ് അകത്ത് കൊടുക്കുകയാണ്. പ്രിൻ്റ് വെച്ചിട്ട് ഇത് കൊടുക്കുകയാണ്. പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു മെസ്സേജ് വേണം. കാരണം നമുക്ക് 20 ലൊക്കേഷൻസ് ഉണ്ട്. നമ്മൾ പിക്ചർ ഞാൻ ഒന്നുകൂടെ മാറ്റി വരച്ചിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, ഇവിടെ കാണാം A0 to A90 വരെ 20 ഇൻഡെക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ A0 നമ്മൾ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. A1 A2 അങ്ങനെ ഓരോ ഇൻഡെക്സിലും ഓരോ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസുകളായിരിക്കും ഉണ്ടാവുക. അപ്പം എത്ര ഇൻഡെക്സുകളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അതായത് എത്ര ഇൻഡെക്സ് വരെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 20 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. 20 ലൊക്കേഷൻ ഫില്ലാണ് നമുക്ക് സമയം എടുക്കും. സോ നമ്മൾ എന്ത് 20ൻ്റെ താഴെയുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്തിട്ട് അത്രയും ഇൻഡെക്സുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഡാറ്റ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കണം? എൻ്റർ ദി നമ്പർ ഓഫ് ഹോട്ടൽസിൻ്റെ നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽസ് എന്ന് വേണേൽ കുറച്ചുകൂടെ കൊടുക്കുക. എൻ്റർ ദി ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽസ്, ഹോട്ടലിൻ്റെ ടോട്ടൽ നമ്പേഴ്സ് എൻ്റർ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സംഖ്യ, ആ എണ്ണം, യൂസർ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്കാനഫ് വെച്ചിട്ട് റീഡ് ചെയ്തെടുക്കുകയാണ്. സോ കൗണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഞാൻ %d വെച്ചിട്ട് അത് ആംപേഴ്സെൻ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് അതിൻ്റെ അപ്പുറം n എന്ന് പറയുന്ന വേരിയബിൾ എടുത്ത് വെക്കുകയാണ്. സോ എന്നിൻ്റെ അകത്ത് എന്താണ് ഉണ്ടാവുക? നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഹോട്ടലുകളുടെ എണ്ണമാണ് ഉണ്ടാവുക. അപ്പം ഞാൻ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാരിയബിളിന് അവിടെ ഡിക്ലെയർ ഇവിടെ ചെയ്യണം. അപ്പം എൻ്റെ അകത്ത് എത്ര ഹോട്ടലാണോ എൻ്റർ ചെയ്യുന്നത് അത്രയും നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ഒരു അരേൻ്റെ അകത്താണ് നമ്മൾ വാല്യൂ എടുത്ത് വെക്കുന്നത്. സോ ഓരോ ഇൻഡെക്സിലും നമ്മൾ ആദ്യം A0 എന്ന് പറയുന്ന ഇൻഡെക്സിലും ആണ് ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ. പിന്നെ അത് A1 സ്റ്റോർ ചെയ്യണം, അടുത്ത ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ്, നെക്സ്റ്റ് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് A2, ആ രീതിയിലാണ് പോകേണ്ടത്. സോ നമുക്കൊരു ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പ് ഇവിടെ വേണം.
ഇതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ഒരു സ്ട്രക്ചർ അരേൻ്റെ അകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡയറക്റ്റ്ലി ഫോർ ലൂപ്പ് ചെയ്തതാണ്. എനിക്ക് ആദ്യം സ്റ്റോർ ചെയ്യേണ്ടത് 0th ഇൻഡെക്സിലായതുകൊണ്ട് ഞാൻ ഐ എന്ന് പറയുന്ന വാരിയബിൾ ഉപയോഗിച്ചിട്ട് ഐൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യാണ്. മുകളിൽ പോയിട്ട് അതിനെ എന്തുകൂടെ ചെയ്യുന്നു, ഡിക്ലെയറോടെ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ലൈനിൽ ഞാൻ അതിൻ്റെ കണ്ടീഷൻ ചെക്കിംഗ് പാർട്ടിൽ ഐ ലെസ് ദാൻ n എന്ന് കൊടുക്കുകയാണ്. അതായത് ഐയുടെ വാല്യൂ 0 ആവണം, 1 ആവണം, 2 ആവണം, 3 ആവണം, അങ്ങനെ പോയി ലെസ് ദാൻ n. ലെസ് ദാൻ n മീൻസ് നമ്മൾ എന്നിൻ്റെ അകത്താണ് ഹോട്ടലിൻ്റെ എണ്ണം എടുത്ത് വെച്ച് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ 0th ഇൻഡെക്സിൽ ഫസ്റ്റ് ഹോട്ടലിന് എൻ്റർ ചെയ്യും. 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അടുത്തത് 2, അടുത്തത് 3, 4. അപ്പം എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 0 to 4th ഇൻഡെക്സ് വരെ നമുക്ക് ഡാറ്റ പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, ഐ ലെസ് ദാൻ n എന്ന് കൊടുത്തു. ദെൻ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി മറ്റേ സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാമിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തുകൊണ്ട് ആ വീഡിയോയിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഡയറക്റ്റ്ലി പ്രോഗ്രാം ഒരുപാട് ലെങ്ത് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഇവിടെ സ്കിപ്പ് ചെയ്യണം. അപ്പം ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഐയുടെ ഇനീഷ്യൽ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പം ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടത് നമുക്ക് 0th ഇൻഡെക്സിലേക്കാണ് ഡാറ്റ. 0th ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിലേക്കാണ് ആദ്യം നമുക്ക് ഡാറ്റ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 0th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പിക്ചറിലേക്ക് വന്നാൽ നോക്കാം. ഈ പിക്ചറിലേക്ക് വന്നാൽ കാണാം, ഇതാണ് A0 എന്ന് പറയുന്ന ഇൻഡെക്സ്. ഈ A0 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ അകത്ത് നെയിം സ്റ്റോർ ചെയ്യാൻ റിസർവ് ചെയ്ത് വെച്ച ബ്ലോക്ക് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഹോട്ടൽ നെയിം സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്പറിൻ്റെ പേരെന്താ നമുക്ക് നോക്കാം. മെമ്പറിൻ്റെ പേരെന്താ, നെയിം എന്നാണ്. അപ്പം ആ ഒരു ലൊക്കേഷനിലേക്ക് നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ മാത്രമേ നമുക്കൊരു സ്ട്രക്ചർ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നെയിം എന്ന് പറയുന്ന മെമ്പറിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാരിയബിൾ നെയിം എന്നാണ് വാരിയബിൾ, അരേ വേരിയബിൾ. അപ്പോൾ വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ വേണം നമ്മൾ ആക്സസ് ചെയ്യാൻ. അപ്പം ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽസ് എന്ന മെസ്സേജ് റീഡ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു പ്രിൻ്റ് എഫ് കൊടുക്കുകയാണ്. പ്രിൻ്റ് എഫ് എന്ത് കൊടുക്കുകയാണ്, ആദ്യത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുക എന്നുള്ള തരത്തിലൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഫസ്റ്റ് ഹോട്ടൽ. അങ്ങനെ കൊടുത്താൽ എപ്പോൾ ഓൾവേസ് ഒന്നാമത്തെ ഹോട്ടൽ ഫോർ ലൂപ്പ് വീണ്ടും പറയും, വീണ്ടും ഫസ്റ്റ് ഹോട്ടൽ എന്ന് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫസ്റ്റ് എന്ന് എഴുതിയതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം, ഒരു വാരിയബിൾ വെക്കണം. ആദ്യം ഇവിടുത്തെ വാല്യൂ 1 എന്നായിരിക്കണം, പിന്നെ അത് 2 എന്നാവണം, പിന്നെ അത് 3 എന്നാവണം. ആ രീതിയിൽ പോകണം. അപ്പം ഇവിടെ എന്ത് കൊടുക്കാം, എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് %d വെക്കാം അല്ലേ. ഇവിടെ ഒരു നമ്പറാണ് വരേണ്ടത്. എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഒരു നമ്പർ വരും. ദെൻ ഹോട്ടൽ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ആവും. അപ്പോൾ ഈ %d സ്ഥാനത്ത് എന്താ വരേണ്ടത്, ഫസ്റ്റ് ലൈൻ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ നോക്കണേ. ഐയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് 0th ഇൻഡെക്സിലേക്ക് പോയിന്റ് ചെയ്യണം ഐയുടെ വാല്യൂ 0 ആക്കിയത്. സോ 0th ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യേണ്ട ആദ്യത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ആണ്. അതായത് I+1 ഞാൻ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ ഐയുടെ കറണ്ട് വാല്യൂ 0 ആയിട്ടാണ് ഫോർ ലൂപ്പിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പം 0+1 എഴുതി കഴിഞ്ഞാൽ 1 എന്ന് വരും. ആ 1 എവിടെ വരും, ഈ %d സ്ഥാനത്തേക്ക് വരും. അതായത് അവിടെയുള്ള മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഫസ്റ്റ് ഹോട്ടൽ അല്ല, എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഹോട്ടൽ 1 ഞാൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ %d ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഹോട്ടൽ ഇവിടെ കൊടുക്കണം. അതാകുമ്പോൾ കുറച്ചുകൂടെ വായിക്കാൻ സുഖം ഉണ്ടാവും. എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 1 എന്നൊരു മെസ്സേജ് അവിടെ പ്രിൻ്റ് ആവും. അപ്പോൾ ഈ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹോട്ടൽ 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഹോട്ടലിൻ്റെ നെയിമാണ് റീഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നെയിം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻ്റ് ഓഫ് മെസ്സേജ് ആദ്യം കൊടുക്കുകയാണ്. എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടലിൻ്റെ പേര് എൻ്റർ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു മെസ്സേജ് കാണുമ്പോഴായിരിക്കും യൂസർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹോട്ടലിൻ്റെ പേര് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് വെക്കുകയാണ്, പേര് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെക്കുകയാണ്. നമുക്ക് കീബോർഡ് വഴി റീഡ് ചെയ്യുന്നത് നെയിം ആയതുകൊണ്ട്, ഹോട്ടലിൻ്റെ നെയിം ആയതുകൊണ്ട് അതൊരു സ്ട്രിങ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് %d പകരം നമ്മൾ %s ആണ് അവിടെ വെക്കുന്നത്. സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ %s എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ %s എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഉപയോഗിച്ചു. എന്നിട്ട് ഈ ഒരു
എൻ്റർ ചെയ്യുന്ന ഹോട്ടലിൻ്റെ നെയിം സ്റ്റോർ ചെയ്യേണ്ടത് എവിടെയാ? എസ് ഓഫ് സീറോ എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടോ, സോറി എ ഓഫ് സീറോ എന്ന് പറയുന്ന ഇൻഡെക്സിലെ ഈ ഒരു ബ്ലോക്കിലാണ് എന്ത് സ്റ്റോർ ചെയ്യേണ്ടത്? ഈ ബ്ലോക്കാണ് നെയിം സ്റ്റോർ ചെയ്യുക, റിസർവ് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യേണ്ടത്? ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ പേര് സ്റ്റോർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ %s കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എ ഓഫ് ഐ ഡോട്ട് നെയിം എന്ന് കൊടുക്കുകയാണ്. എ ഓഫ് ഐ ഡോട്ട് നെയിം ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എന്നിന് കൊടുത്ത വാല്യൂസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽ എന്ന് പറഞ്ഞ് കൊടുത്ത വാല്യൂ സപ്പോസ് 4 ആണെന്ന് അസ്യൂം ചെയ്തോ. അതായത് എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഐ ലെസ് ദാൻ n ആണ് നോക്കുന്നത്. ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0 ലെസ് ദാൻ 4 ആണ് നോക്കുന്നു. കണ്ടീഷൻ 2 ആണ്, ഉള്ളിലേക്ക് ഇറങ്ങുന്നു. എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഹോട്ടൽ എന്ത് വരും? ഹോട്ടൽ 1 എന്ന് പറഞ്ഞ് വരും. ഇനി എൻ്റർ ദി അതിൻ്റെ ലൈൻ അതിൻ്റെ താഴെ എന്ത് വരും? എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ആവും. ദെൻ ആ മെസ്സേജ് കാണുമ്പോൾ യൂസർ ഒരു നെയിം എൻ്റർ ചെയ്യും. ആ നെയിമിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു സ്കാനഫ് വെച്ചും. ആ നെയിം എവിടെ പോയി സ്റ്റോർ ആവും? ഐയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. നമുക്കിവിടെ ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് എ ഓഫ് 0 ഡോട്ട് നെയിമിൽ സ്റ്റോർ ആവും. കീബോർഡ് എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് എ ഓഫ് 0 ഡോട്ട് നെയിമിൽ സ്റ്റോർ ആവും. അതായത് എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് ഇതാണ്. എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്ന നെയിം സ്റ്റോർ ആവുന്നുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് നെയിം സ്റ്റോർ ചെയ്ത് നോക്കാം. നെയിം അങ്ങനെ എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റോർ ചെയ്യേണ്ടതാ, അടുത്ത ബ്ലോക്ക് ആർക്ക് വേണ്ടി റിസർവ് ചെയ്തതാ? ആ ഇൻഡെക്സിൽ തന്നെ രണ്ടാമത് റിസർവ് ചെയ്തത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? രണ്ടാമത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ്സും ഒരു സ്ട്രിങ് ആയിരിക്കും അല്ലേ. അപ്പം അടുത്തതായിട്ട് റീഡ് ചെയ്യേണ്ടത് അഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും പ്രിൻ്റ് എഫ് വെക്കുന്നു. അവിടെ എന്ത് കൊടുക്കുകയാണ്? എൻ്റർ ദി അഡ്രസ് ഓഫ് ഹോട്ടൽ. ഹോട്ടലിൻ്റെ അഡ്രസ്സ്, ഒരു സ്ഥലപ്പേര് കൊടുക്കാം. ജസ്റ്റ് ചുമ്മാ ഒരു സ്ഥലപ്പേര് കൊടുക്കാം. സ്ഥലപ്പേര് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കാനഫ് വെക്കുകയാണ്. അതും സ്വഭാവമായിട്ട് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ആയതുകൊണ്ട് ഫോർമാറ്റ് സ്പെസിഫയർ %s കൊടുക്കുന്നു. കോമ ഇടുന്നു. ഇവിടെ എ ഓഫ് ഐ ഡോട്ട് എന്ത് കൊടുക്കുകയാണ്? നമ്മൾ രണ്ടാമത്തെ മെമ്പറിൻ്റെ നെയിം എന്ന് കണ്ടോ? ഇവിടെ നോക്കിയാൽ ADDR എന്നാണ് മെമ്പറിൻ്റെ നെയിം കൊടുത്തത് അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കണം? എ ഓഫ് ഐ ഡോട്ട് ADDR എന്ന് കൊടുക്കണം. അത് വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്നുള്ള ഫോർമാറ്റിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം. വാരിയബിൾ എന്താണ്? ഒരു അറേ ആയതുകൊണ്ട് ഇൻഡെക്സ് കൂടെ പറയണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ മാത്രമേ നമുക്കൊരു സ്ട്രക്ചർ വാരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്സസ് ചെയ്തിട്ടുള്ളത്. സോ വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഐയുടെ കറണ്ട് വാല്യൂ നമുക്കറിയാം, ഐയുടെ വാല്യൂ 0 ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. സോ എ ഓഫ് 0 ഡോട്ട് IDDR എന്ന് പറയുന്ന ബ്ലോക്കിലേക്കാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എ ഓഫ് 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ എൻട്രി ചെയ്യുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ ഇനി നെക്സ്റ്റ് സ്റ്റോർ ചെയ്യണം ഈ ബ്ലോക്കിലാണ്. അതായത് തേർഡ് വൺ. ഈ ബ്ലോക്കിൻ്റെ അകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണം? നമ്മുടെ ഹോട്ടലിൻ്റെ ഗ്രേഡാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഹോട്ടലിൻ്റെ ഗ്രേഡ്. അപ്പോൾ ഗ്രേഡിൻ്റെ നോക്കിയാൽ ഗ്രേഡിൻ്റെ മെമ്പർ എന്താ? മെമ്പർ ടൈപ്പ് എന്താ? ഇൻറ്റിജർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് റീഡ് ചെയ്യേണ്ടത് ഗ്രേഡ് നമ്മൾ റീഡ് ചെയ്യുന്നത് എന്തിലാണ്? ഇൻറ്റിജർ ടൈപ്പായിട്ടാണ് ഗ്രേഡ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ഒരു പ്രിൻ്റ് എഫ് വെക്കുകയാണ്. എന്നിട്ട് എന്ത് കൊടുക്കുകയാണ്? പ്രിൻ്റ് എഫ് വെച്ചിട്ട് എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുകയാണ് എൻ്റർ ദി ഗ്രേഡ് ഓഫ് ഹോട്ടൽ. ഏത് ഹോട്ടലാ? നമ്മൾ കറണ്ട് റീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇവിടെ %d വെച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? കോമ ഇട്ടിട്ട് I+1 കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്താൽ ഫസ്റ്റ് ടൈം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദി ഗ്രേഡ് ഓഫ് ഹോട്ടൽ 1 എന്നുള്ള മെസ്സേജാണ് പ്രിൻ്റ് ആവുക. ഈ ലൈനിൽ പോലെ തന്നെ ഇവിടെ സംഭവിച്ച പോലെ തന്നെ സെയിം കോഡാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഈ ഒരു കോഡ്, ഈ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഹോട്ടലിൻ്റെ ഗ്രേഡ് നമുക്ക് റീഡ് ചെയ്ത് വെക്കണം. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാനഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. നമ്മൾ പറഞ്ഞു ഗ്രേഡ് എന്താണ്? ഗ്രേഡ് നമ്മൾ ഒരു ഇൻറ്റിജർ വാരിയബിൾ ആയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള മെമ്പറിനാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ഉള്ളത്. ഗ്രേഡിൻ്റെ മെമ്പർ ടൈപ്പ് എന്താ? അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്
മെമ്പറിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്ന മെമ്പറിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് കൊടുക്കാൻ കൂടാം, കോമ ഇട്ടിട്ട് %d കൊടുക്കാം. എന്നിട്ട് കോമ ഇട്ടിട്ട് ആംപേഴ്സെൻറ്റ് വെക്കണം, കാരണം ഇൻറ്റിജറാണ് റീഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ആംപേഴ്സെൻറ്റ് വെക്കണം. എന്നിട്ട് എന്ത് കൊടുക്കാം, എ ഓഫ് ഐ ഡോട്ട് ഏത് മെമ്പറിനെ ആക്സസ് ചെയ്യണ്ടേ, ഗ്രേഡ് എന്ന് പറയുന്ന മെമ്പറിനെ ആക്സസ് ചെയ്യണ്ടേ. അപ്പം എ ഓഫ് ഐ ഡോട്ട് ഗ്രേഡ്, ഇവിടെയും നമ്മൾ ഫോളോ ചെയ്തത് വേരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കാനഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് എവിടെ പോയി സ്റ്റോർ ആവും, നമ്മൾ എൻട്രി ചെയ്യുന്ന ഗ്രേഡ് ഇവിടെ പോയി സ്റ്റോർ ആവും. ഇവിടെ ആയിരിക്കും ഗ്രേഡ് പോയി സ്റ്റോർ ആകുന്നുണ്ട്, ഈ ബ്ലോക്കിലാണ് ഗ്രേഡ് പോയി സ്റ്റോർ ആകുന്നുണ്ടാവും. അപ്പോൾ ഗ്രേഡ് ഞാൻ എൻ്റർ ചെയ്യുന്നത് ഇവിടെ ഒരു 5 ആണെന്ന് അസ്യൂം ചെയ്തു. ഇവിടെ ഗ്രേഡ് ഞാൻ എന്ത് ചെയ്തു, 5 എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് കൊടുത്തു ഒന്നാമത്തെ ഹോട്ടൽ. ഓക്കെ, ഒന്നാമത്തെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഗ്രേഡും നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത റീഡ് ചെയ്യേണ്ടത് എന്താ, നെക്സ്റ്റ് റീഡ് ചെയ്യേണ്ടത് അടുത്ത മെമ്പറിനെ നോക്കാം. നമുക്ക് അടുത്ത റീഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് എന്താ, ഗ്രേഡിന് ശേഷം ഫ്ലോട്ട് റെൻ്റ് ആണല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റീഡ് ചെയ്യേണ്ടത് റെൻ്റ് ഓഫ് ദി ഹോട്ടൽ അല്ലേ. അപ്പം ഹോട്ടലിൻ്റെ റെൻറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു പ്രിൻ്റ് ഓഫ് കൊടുക്കുകയാണ്. എൻ്റർ ദി റെൻ്റ് ഓഫ് ദി ഹോട്ടൽ എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ് എൻ്റർ ദി റെൻ്റ് ഓഫ് ഹോട്ടൽ. ഏത് ഹോട്ടലിൻ്റെ, ഫസ്റ്റ് ഹോട്ടലിൻ്റെ. അപ്പോൾ %d, നേരത്തെ സെയിം ഐഡിയ i+1 കൊടുക്കുകയാണ്, സെമിക്കോളൻ ഇടണം. അപ്പോൾ എന്ത് ചെയ്യും, ഹോട്ടലിൻ്റെ റെൻറ്റും അങ്ങനെ റീഡാവും. റെൻറ്റ് അങ്ങനെ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ റെൻറ്റ് റീഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായി ഞാൻ എന്ത് ചെയ്യുന്നു, സ്കാനഫ് വെക്കുന്നു. സ്കാനഫ് വെച്ചിട്ട് റെൻറ്റ് ഫ്ലോട്ട് വാല്യൂ ആയിട്ടല്ല കൊടുത്തത്, നമ്മൾ മെമ്പർ ടൈപ്പ് എന്താ കൊടുത്താൽ റെൻറ്റ് എടുത്ത് വെക്കാൻ വേണ്ട മെമ്പർ നോക്കിക്കോളെ. r_r_rent എന്ന് പറയുന്നതാണ് മെമ്പർ നെയിം. മെമ്പറിൻ്റെ ടൈപ്പ് എന്താ കൊടുത്തത്, ഫ്ലോട്ട് എന്നാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയർ %d എന്നും ഇവിടെ എന്ത് കൊടുക്കണം, ആംപേഴ്സെൻറ്റ് വെച്ചിട്ട് വേരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ ആക്സസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതായത് എ ഓഫ് ഐ ഡോട്ട് മെമ്പറിൻ്റെ പേരെന്താ, മെമ്പറിൻ്റെ പേര് എന്താണ്, r_rent എന്നാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, ഡോട്ടിന് ശേഷം r_rent എന്ന് കൊടുക്കണം. r_rent വേരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ നമ്മൾ ആക്സസ് ചെയ്തു. അങ്ങനെ അതിൻ്റെ റെൻറ്റും കിട്ടി. ഇനി നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഹോട്ടലിൻ്റെ നമ്പർ ഓഫ് റൂംസ്, അതായത് എത്ര റൂംസ് ഉണ്ട്. അപ്പോൾ അതിന് റൂംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്പറിൻ്റെ പേര് no_rooms ആണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റെന്നുമാണ് അല്ലേ. അപ്പോൾ അത് അടുത്തത് നമുക്ക് എന്ത് റീഡ് ചെയ്യണം, ആ ബ്ലോക്കിലേക്കുള്ള ഡാറ്റ റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണ് printf enter the number of rooms in hotel 1. ഹോട്ടൽ 1 ആണ് ഫസ്റ്റ് ടൈം വരില്ല, i+1 കൊടുക്കണം. സെയിം നേരത്തെ മേലെ എഴുതിയ സെയിം കാര്യം ഇവിടെ എഴുതുകയാണ്. അപ്പം നമ്പർ ഓഫ് റൂമാണ് അടുത്ത റീഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ താഴെ പ്രിൻ്റ് താഴെ വീണ്ടും സ്കാനഫ് വെക്കുന്നു. അവിടെ എന്ത് കൊടുക്കുകയാണ്, %d എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ വെച്ചിട്ട് ആംപേഴ്സെൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് എ ഓഫ് ഐ ഡോട്ട് ഏത് മെമ്പറിനെ ആക്സസ് ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് മെമ്പറിൻ്റെ പേരെന്താ, നമ്പർ ഓഫ് റൂംസ് ആണ്, no_rooms എന്നാണ് മെമ്പറിൻ്റെ പേര്. അപ്പോൾ അവിടെ കൊടുക്കുകയാണ് എ ഓഫ് ഐ ഡോട്ട് no_rooms എന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഹോട്ടലിൻ്റെ റൂമിൻ്റെ എണ്ണം റീഡാവും. അങ്ങനെ റൂമിൻ്റെ എണ്ണം റീഡായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടെ ബ്രേസ് ക്ലോസിംഗ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ പാർട്ടിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്താവും, 1 ആവും അല്ലേ. നമ്മൾ എന്നിന് കൊടുത്ത വാല്യൂ 4 ആണ്. അപ്പം ആദ്യം 0th ഇൻഡെക്സിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്തു, ആദ്യത്തെ ഹോട്ടലിൻ്റെ പേര് അല്ലേ, ഇവിടെ പിക്ചർ പ്രകാരം ഇവിടെ ആദ്യത്തെ ഹോട്ടലിൻ്റെ പേര് സ്റ്റോർ ചെയ്തു, ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു, ആ ഹോട്ടലിൻ്റെ ഗ്രേഡ് സ്റ്റോർ ചെയ്തു, ആ ഹോട്ടലിലെ ആവറേജ് റെൻറ്റ് സ്റ്റോർ ചെയ്തു, ഫൈനലി ആ ഹോട്ടലിൻ്റെ നമ്പർ ഓഫ് റൂംസ് സ്റ്റോർ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അടുത്ത ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യേണ്ടത് എ ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് അല്ലേ. ഓരോ ഇൻഡെക്സും ഓരോ ഹോട്ടലിന് വേണ്ടി റിസർവ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എ ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് അടുത്ത ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഫസ്റ്റ് ഐട്രേഷനിൽ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 0ക്ക് സെറ്റ് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട്
ഫസ്റ്റ് ടൈം ഈ ലൂപ്പ് ഇത്രയും കോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് സ്റ്റോർ ആയിട്ടുണ്ടാവുക എ ഓഫ് സീറോയിലായിരിക്കും. ദെൻ ബ്രേസ് ക്ലോസിങ് കാണുമ്പം ഐയുടെ അപ്ഡേഷൻ പാർട്ട് പോയിട്ട് ഐയുടെ വാല്യൂ എന്താവും, 0യിൽ നിന്ന് 1 ആയി മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, 1<4 ആണോ നോക്കും അല്ലേ. എന്നിൻ്റെ വാല്യൂ 4 ആയതുകൊണ്ട് ചെക്ക് ചെയ്യുന്നത് എന്താ, 1<4 ആണോ, ആണ്. ഇപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങും. ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1 + 1 സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന മെസ്സേജ് എന്തായിരിക്കും, എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 1 എന്നായിരിക്കും അല്ലേ. സോറി, എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 2 എന്നായിരിക്കും. ഐയുടെ വാല്യൂ 1 ആണ്, ആ 1ൻ്റെ കൂടെ 1 ആഡ് ആവുന്നു. അപ്പോൾ 1 + 1 2. അപ്പോൾ എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 2 എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരിക. അപ്പോൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഐയുടെ എവിടെയൊക്കെയാണോ ഐ ഉള്ളത് അവിടെയൊക്കെ എന്താവും, 1 ആയി കിടക്കും അല്ലേ. എ ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, എ ഓഫ് 1 ഡോട്ട് നെയിം, അതായത് എ ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ, അതായത് ഇവിടെ എ ഓഫ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും ഡീറ്റെയിൽ സ്റ്റോർ ആകുന്നുണ്ടാവും. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, എ ഓഫ് 1ൽ മൊത്തം ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഫോർ ലൂപ്പ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്താവും, 2 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, സ്വാഭാവികമായിട്ടും കണ്ടീഷൻ ട്രൂ ആയിരിക്കും, ഉള്ളിൽ ഇറങ്ങും. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസ് മൊത്തം സ്റ്റോർ ആകുന്നുണ്ട് എവിടെയായിരിക്കും, എ ഓഫ് 2 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും അടുത്ത ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. വീണ്ടും ഫോർ ലൂപ്പ് അപ്ഡേറ്റ് ചെയ്യും, ഐയുടെ വാല്യൂ 3 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, I<3 I<n എന്നാണ് നോക്കും, 3 n ആണ്. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസ് മൊത്തം സ്റ്റോർ ചെയ്യുന്നുണ്ട് എവിടെയായിരിക്കും, എ ഓഫ് 3 എന്ന് പറയുന്ന ഇൻഡെക്സിലായിരിക്കും. അതിനുശേഷം ഐയുടെ വാല്യൂ 4 ആവും. 4 ആകുന്ന സമയത്ത് നോക്കണേ, 4<n എന്നാണ് നോക്കുന്നത് അല്ലേ. ഐയുടെ വാല്യൂ 4 ആണ്, 4<n നോക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ അവിടെ തെറ്റും അല്ലേ. 4<4 എന്നാണ് നോക്കുന്നത്, ഒരിക്കലും 4<4 അല്ല, കണ്ടീഷൻ തെറ്റും, ഉള്ളിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ എ ഓഫ് 0ൽ, എ ഓഫ് 1ൽ, എ ഓഫ് 2ൽ, എ ഓഫ് 3ൽ, എ ഓഫ് 0 മുതൽ എ ഓഫ് 3 വരെ ഇൻഡെക്സുകളിലാണ് നമ്മൾ 4 ഹോട്ടലുകളുടെ ഡീറ്റെയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെ ഹോട്ടലുകളുടെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പ് മതി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോർ ചെയ്ത ഗ്രേഡ് നോക്കണം അല്ലേ. നമ്മളെ ക്വസ്റ്റ്യൻ അതാണ്, ഹോട്ടലുകളുടെ ഗ്രേഡ് ബേസ്. നമ്മളൊരു ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഗിവൺ ഒരു ഗ്രേഡ് ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രേഡുള്ള ഹോട്ടലുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഈ സ്റ്റോർ ചെയ്ത കൂട്ടത്തിൽ ഏതൊക്കെ ഹോട്ടലിനാണോ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രേഡ്, നമ്മളിപ്പം 5 എന്ന് പറയുന്ന ഗ്രേഡ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ 5 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടലൊക്കെ ഇങ്ങ് പ്രിൻറ്റ് ചെയ്യണം. 4 എന്ന് പറയുന്ന ഗ്രേഡാണ് ഇൻപുട്ടായി കൊടുക്കുന്നതെങ്കിൽ 4 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടൽ മൊത്തം പ്രിൻ്റ് ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന്, ഞാനിങ്ങനൊരു അസംഷൻ എടുക്കുകയാണ്. അതായത് ഈ ബ്ലോക്കാണ്, നമ്മൾ പറഞ്ഞു ഈ ബ്ലോക്കാണ് ഹോട്ടലിൻ്റെ ഗ്രേഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ സെക്റ്റിലും എ ഓഫ് 0ലും എ ഓഫ് 1ലും എ ഓഫ് 2ലും ഒക്കെ ഈ ഗ്രേഡിന് വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്കിൽ ഉള്ളത് 5 ആണോ, ഇപ്പോൾ 5 ആണ് ഗ്രേഡ് വെച്ച് സെർച്ച് ചെയ്യുന്നെങ്കിൽ 5 ആണോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് പോകേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസറുടെ കയ്യിൽ നിന്ന് ഗ്രേഡ് വാങ്ങണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ഗ്രേഡ് വാങ്ങണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്ത് ഒരു പ്രിൻ്റ് ഓഫ് വെച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, എൻ്റർ ദി ഗ്രേഡ്. ഹോട്ടലിൻ്റെ ഗ്രേഡ് എൻ്റർ ചെയ്യാൻ പറയാണ്. ഞാൻ പ്രിൻ്റ് ഓഫ് സ്കാനഫ് വെച്ചിട്ട് ആ ഗ്രേഡിങ് റീഡ് ചെയ്തെടുക്കുകയാണ്. സ്കാനഫ് വെച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, %d എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ വെച്ച് കോമയിട്ട് %gr എന്ന് പറയുന്ന വേരിയബിൾ എടുത്ത് വെക്കുകയാണ്. മുകളിൽ പോയിട്ട് gr എന്ന് പറയുന്ന വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം, gr. ഇപ്പോൾ GRലാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഗ്രേഡുള്ളത്. അതായത് GRൻ്റെ അകത്ത് നമ്മൾ 5 എന്ന് കൊടുത്താൽ 5 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടലുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അരേ എന്ത് ചെയ്യണം, ഓരോ ലൊക്കേഷൻ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകണം. എ ഓഫ് 0ലുള്ള ഗ്രേഡ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഗ്രേഡാണോ, അതായത് സപ്പോസ് ഈ GR എന്ന് പറയുന്ന വാല്യൂവിന് ഞാൻ എന്ത് കൊടുത്തു, 4 എന്ന് കൊടുത്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, എ ഓഫ് 0ലുള്ള ഗ്രേഡ് 4 ആണോ നോക്കണം. ആണെങ്കിൽ എന്ത് ചെയ്യണം, എ ഓഫ് 0ലുള്ള ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ മൊത്തം പ്രിൻ്റ് ആവണം. അടുത്ത നോക്കേണ്ടത് എന്താ, എ ഓഫ് 1ലുള്ളത് എന്താണോ നോക്കണം, ഗ്രേഡ് 4 ആണോ നോക്കണം. ആണെങ്കിൽ എ ഓഫ് 1 ഡീറ്റെയിൽസ് മൊത്തം പ്രിൻ്റ് ആവണം. അതിനുശേഷം എന്ത് ചെയ്യണം, എ ഓഫ് 2ലുള്ളത് ഗ്രേഡ് 4 ആണോ നോക്കണം. ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അടുത്ത ലൊക്കേഷനിൽ പോകണം. അപ്പം എവിടെയൊക്കെയാണോ ഈ സെർച്ച് ചെയ്യേണ്ട ഗ്രേഡുമായിട്ട് മാച്ച് ആകുന്നത് ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമാണ് നമുക്ക് പ്രിൻ്റ് ആവേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബാക്കി കോഡ് കൂടെ ഒന്ന് എഴുതാം. ഇതിൻ്റെ താഴെ എല്ലാം കൂടി അവസാനം ഒരുമിച്ച് റൺ ചെയ്യാം. അപ്പം ഇതിൻ്റെ താഴെ ഞാൻ എഴുതാണ്, എനിക്ക് ട്രാവേഴ്സ് ചെയ്തതുകൊണ്ട്, ഓരോ ലൊക്കേഷൻ ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് മറ്റൊരു ഫോർ ലൂപ്പ് വേണം. ഫോർ ലൂപ്പിൻ്റെ അകത്ത് നേരത്തെ ഇത് വരുന്ന സെയിം വാരിയബിൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ 0th ഇൻഡെക്സ് മുതലാണ് ട്രാവേഴ്സ് ചെയ്യേണ്ടത്. എവിടെ വരെ ട്രാവേഴ്സ് ചെയ്യണം, 0 മുതൽ
നമ്മൾ എത്രയാണോ ഹോട്ടൽ എൻ്റർ ചെയ്ത് അത്രയും നമ്പർ ഓഫ്, അതായത് നേരത്തെ ഫോർ ലൂപ്പിൻ്റെ അതേ കണ്ടീഷൻ തന്നെ കൊടുക്കുകയാണ്. ഫോർ i = 0, i less than n, i++, അങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യണടാ, ഓരോ ലൊക്കേഷനുള്ള വാല്യൂ ഗ്രേഡ് 4 ആണോ നോക്കണം അല്ലേ. ഓരോ ലൊക്കേഷനുള്ള വാല്യൂ, അതായത് A0 ഗ്രേഡ് 4 ആണോ, A1 ഗ്രേഡ് 4 ആണോ, അങ്ങനെ ഓരോ ലൊക്കേഷനുള്ളത് ഗ്രേഡ് 4 ആണോ നോക്കണം. അതുകൊണ്ട് എനിക്കൊരു ഇഫിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. എന്ത് ചെക്ക് ചെയ്യാം, ഇഫ് എന്ത് കൊടുക്കാം, ഇഫ് A(i) ഡോട്ട് എന്താ മെമ്പർ നെയിം ചെയ്ത്, ഏത് മെമ്പർ നെയിം നമുക്ക് ആക്സസ് ചെയ്യണ്ടേ, ഗ്രേഡ് എന്ന് പറയുന്ന മെമ്പറിനല്ലേ ആക്സസ് ചെയ്യണ്ടേ അല്ലേ, ഗ്രേഡ് എന്ന് പറയുന്ന മെമ്പറിനെയാണ് ആക്സസ് ചെയ്യേണ്ടത്. ഇവിടെ കൊടുക്കുകയാണ് A(i) ഡോട്ട് ഗ്രേഡ്. ഈ A(i) ഡോട്ട് ഗ്രേഡ് എന്താണെന്ന് നോക്കുകയാണ്, ഈക്വൽ ടു എന്ത് കൊടുക്കുകയാണ്, GR അല്ലേ. GRലാണ് ഗ്രേഡ് ഉണ്ടാവുക. A(i) ഡോട്ട് GR ഗ്രേഡ് ഈസ് ഈക്വൽ ടു GR ആണ് നോക്കുകയാണ്. അത് ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 ആയിരിക്കും അല്ലേ. അപ്പം A(i) എന്ന് പറയുമ്പോൾ A(0) ഡോട്ട് ഗ്രേഡ് ആണ് കിട്ടുന്നുണ്ടാവുക. അതായത് A(0) എന്ന് പറയുന്ന ഇൻഡെക്സിലെ ഗ്രേഡ് എന്താണ്, നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ഗ്രേഡിന് തുല്യമാണോ നോക്കും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളെ ഡീറ്റെയിൽസുകൾ പ്രിൻറ്റ് ചെയ്യണം അല്ലേ. ട്രൂ ആണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകൾ പ്രിൻറ്റ് ചെയ്യണം, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ നെയിം, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ അഡ്രസ്സ്, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ ഗ്രേഡ്, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ റെൻറ്റ്, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ നമ്പർ ഓഫ് റൂംസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ പ്രിൻറ്റ് ചെയ്യണ്ടുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് എവിടെ വെക്കാം, ഈ ഇഫിൻ്റെ അകത്ത് വെക്കാം അല്ലേ. ഇഫിൻ്റെ അകത്ത് എഴുതുകയാണ്, എന്തൊക്കെ പ്രിൻറ്റ് ചെയ്യണം, ഹോട്ടലിൻ്റെ നെയിം ആദ്യം പ്രിൻറ്റ് ചെയ്യണം. ഹോട്ടലിൻ്റെ നെയിം എന്താണ്, ഒരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് ഫോർമാറ്റ് സ്പെസിഫയർ %s വെച്ചു. %s വെക്കുന്നതിന് മുന്നേ നെയിം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം. %s വെക്കുന്നു. ദെൻ എവിടെയുള്ളത് എടുക്കേണ്ടത്, A(i) ഡോട്ട് നെയിം പ്രിൻറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് പ്രിൻറ്റ് ചെയ്യണം, അതിനുശേഷം പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്തു. പിന്നെ നമുക്കതിൻ്റെ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പം അടുത്ത പ്രിൻ്റ് എഫിൽ വെക്കുകയാണ്, അഡ്രസ് കോളൻ ഇട്ടിട്ട് %s വെക്കുന്നു, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു. എവിടെയുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യേണ്ടത്, A(i) ഡോട്ട് ADDR, അടുത്ത മെമ്പറിൻ്റെ പേര് അല്ലേ. ADDR എന്ന് പറയുന്ന മെമ്പറിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്തത്, എവിടെ സ്റ്റോർ ചെയ്താൽ കാണാം, ADDR എന്ന് പറയുന്ന മെമ്പറിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തത്. ഇനി അടുത്ത ലൈനിലേക്ക് വരികയാണ്. അടുത്ത പ്രിൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്താ, ആ ഹോട്ടലിൻ്റെ ഗ്രേഡാണ്. പ്രിൻ്റ് ഓഫ് എന്ത് കൊടുക്കാം, ഗ്രേഡ് കൊടുക്കുക അല്ലേ. ഓരോ ലൈനും പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ലാഷ് ഇടുകയാണ് കേട്ടോ അതിൻ്റെ മുന്നേ. ദെൻ ഇവിടെ എന്ത് കൊടുക്കുകയാണ്, ഗ്രേഡ് കൊടുക്കുകയാണ്. ഗ്രേഡ് കൊടുത്തിട്ട് ആ പ്ലേസിൽ ഗ്രേഡ് വരണം. ഗ്രേഡ് ഇൻറ്റിജർ വാല്യൂ ആണ്, അതുകൊണ്ട് %d കൊടുത്തു. എന്നിട്ട് എന്ത് കൊടുക്കുകയാണ്, A(i) ഡോട്ട് എന്ത് കൊടുക്കുകയാണ്, ഗ്രേഡ് സെമിക്കോളൻ. ഇനി അടുത്ത പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, അടുത്ത പ്രിൻറ്റ് ചെയ്യേണ്ടത് അതിലുള്ള റെൻറ്റ്, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ റെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പ്രിൻ്റ് എഫ് വെച്ചിട്ട് റെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. RENT എന്ന് കൊടുക്കുന്നു, കോളൻ ഇടുന്നു. അതിനുശേഷം വേണം റെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ, അതുകൊണ്ട് അവിടെ %d വെച്ചു. ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണം, അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അതുകൊണ്ട് അവിടെ സെഷന് കൊടുത്തു, കോമ ഇടുന്നു. ഇവിടെ എന്ത് കൊടുക്കണം, A(i) ഡോട്ട് എന്ത് കൊടുക്കണം, ഗ്രേഡ് പ്രിൻറ്റിന് ശേഷം നമ്മൾ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്, റൂം റെൻറ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. റൂം റെൻറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മെമ്പറിൻ്റെ പേരെന്താ, R_rent എന്നാണ്. അപ്പോൾ R_rent എന്ന് കൊടുക്കുന്നു, സെമിക്കോളൻ ഇടുന്നു. ഇനി അടുത്ത പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താ, ആ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ നമ്പർ ഓഫ് റൂംസ്. അപ്പം അടുത്ത പ്രിൻ്റ് എഫ് വെക്കുകയാണ്, നമ്പർ ഓഫ് റൂംസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻ്റ് എഫ്. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നമ്പർ ഓഫ് റൂംസ് എന്ന് കൊടുക്കുകയാണ്, കോളൻ ഇടുന്നു. എന്നിട്ട് ഈ പ്ലേസിൽ വേണം റൂമിൻ്റെ എണ്ണം പ്രിൻറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു, %d കൊടുത്തു. ഇൻറ്റീജറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് %d കൊടുത്തു. ദെൻ കോമയ്ക്ക് ശേഷം എന്ത് കൊടുക്കുകയാണ്, നമ്മളെ വാരിയബിൾ നെയിം ഡോട്ട് മെമ്പർ നെയിം എന്ന രീതിയിൽ ആക്സസ് ചെയ്യാണ്. A(i) ഡോട്ട് ഏത് മെമ്പറിനെ ആക്സസ് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് റൂം എന്ന് പറയുന്ന മെമ്പറിനെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ A(i) ഡോട്ട് നമ്പർ ഓഫ് _ റൂംസ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്, സെമിക്കോളൻ ഇടാണ്. ഇത്രയും കാര്യങ്ങൾ ഈ കോഡിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. ഇവിടെ ചെയ്തെന്താ, ഒരു ഫോർ ലൂപ്പ്, രണ്ടാമത്തെ ഫോർ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്തത്, രണ്ടാമത്തെ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്ത ഗ്രേഡ് ഓരോ ലൊക്കേഷനിലും കാര്യമായിട്ട് ഗ്രേഡ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യം കോഡിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് എങ്ങനെ എൻ്റർ ചെയ്യുന്നു പറയുന്നത് കൂടി കൂടുതൽ വ്യക്തത വരും. ഇതിൻ്റെ മുന്നേ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് എറർ ഉണ്ട് നോക്കാം. കമ്പൈൽ ചെയ്യാണ്, എറേഴ്സ് ഒന്നും തന്നെയില്ല. ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. അപ്പം എൻ്റർ ദി ആദ്യം എന്താ വർക്ക് ചെയ്തേ, എൻ്റർ ദി ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽ, അതായത് നമ്മൾ എത്ര ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 4 എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ എന്ത് മെസ്സേജ് വന്നു, എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 1 എന്ന് പറയുന്ന മെസ്സേജ് വന്നു. അതിന് താഴെ എന്ത് വന്നു, എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്നുള്ള മെസ്സേജ് വന്നു. അതായത് ഇത്രയും കാര്യം വർക്ക് ചെയ്തു. നമുക്ക് കോഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ 4 എന്ന് കൊടുത്തു. 4 എന്ന് പറയുന്ന വാല്യൂ ആർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ 4 ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 4 എന്ന് പറയുന്ന വാല്യൂ n കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഫോർ ലൂപ്പ് വർക്ക് ചെയ്യും. ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യും. ദെൻ എന്നുമായിട്ട് അത് കമ്പയർ ചെയ്യും, i ലെസ് ദാൻ n. അതായത് ഐയുടെ വാല്യൂ 0 ആയതുകൊണ്ട് 0 ലെസ് ദാൻ n ആണെന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് ഇറങ്ങും. ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ ആദ്യം വർക്ക് ചെയ്യുക, എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് എന്ത് എൻ്റർ ചെയ്യാൻ ആദ്യം കൊടുത്തത്, എൻ്റർ ഡീറ്റെയിൽ ഓഫ് ഹോട്ടൽ അല്ലേ. അപ്പോൾ ഏത് മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു, എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഹോട്ടൽ എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. ഇനി എന്താ എൻ്റർ ചെയ്യേണ്ടത്, എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്നുള്ള ലൈനാണ് അടുത്ത പ്രിൻ്റ് എഫിൽ വർക്ക് ചെയ്യുന്നത്. അതും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്നുള്ളത് വർക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലൈനിൽ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ സ്കാനഫ് വർക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. സ്കാനഫ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, ഹോട്ടലിന് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഹോട്ടലിൻ്റെ പേര് കൊടുക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് വെറുതെ ചുമ്മാ ലെക്സോട്ടിക്കാന്ന് കൊടുക്കുകയാണ്. ഒരു പേര് ലെക്സോട്ടിക്കാന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കണം. അത് വെച്ച് എൻ്റർ ചെയ്തപ്പോൾ അടുത്ത പ്രിൻ്റ് എഫ് വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു സ്കാനഫും വർക്ക് ചെയ്തു. അപ്പം ഇവിടെയാണ് നെയിം കൊടുത്തല്ലേ. അപ്പോൾ അടുത്തെന്ത് വർക്ക് ചെയ്തു, എൻ്റർ ദി അഡ്രസ് ഓഫ് ഹോട്ടൽ എന്നുള്ള സാധനം വർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഈ സ്കാനഫ് വർക്ക് ചെയ്തിട്ട് ഒരു അഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഇവിടെ അതിന് മുന്നേ അവിടെ സംഭവിച്ച കാര്യം എന്തായിരിക്കും, എൻ്റർ ദി നെയിം ഓഫ് ദി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ലെക്സോട്ടിക്ക എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, A0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ, A0 എന്ന് പറയുന്ന ഇൻഡെക്സ് ഇതാണ്. ഇവിടെ ഹോട്ടലിൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് ഈ ബ്ലോക്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ നമ്മളെ ലെക്സോട്ടിക്ക എന്നുള്ള മെസ്സേജ് വരും. ലെക്സോട്ടിക്ക എന്ന് പറയുന്ന സാധനം ഞാൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ എഴുതി വെക്കുകയാണ് കേട്ടോ. ഇത് ലെക്സോട്ടിക്കാണെന്ന് അസ്യൂം ചെയ്ത് ലെക്സോട്ടിക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ലെക്സോട്ടിക്ക എന്ന് സ്റ്റോർ ചെയ്യും. ഇനി ഇപ്പോൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എൻ്റർ ദി അഡ്രസ് ഓഫ് ഹോട്ടൽ, അഡ്രസ്സിന് വേണ്ടി റിസീവ് ചെയ്ത ബ്ലോക്ക് ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എൻ്റർ ചെയ്യുന്ന സാധനം എവിടെ സ്റ്റോർ ആവും, അഡ്രസ്സിൽ സ്റ്റോർ ആവും അല്ലേ. നോക്കി ഇവിടെ a(i.address), ഐയുടെ വാല്യൂ 0 അതുകൊണ്ട് a(0.address)ലാണ് സ്റ്റോർ ആവുക അല്ലേ. അപ്പം അഡ്രസ്സ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, അഡ്രസ്സ് ഞാൻ എന്താണ് കണ്ണൂർന്ന് കൊടുക്കുകയാണ്. കണ്ണൂർന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുകയാണ്. ഇപ്പോൾ എന്താ ചോദിക്കുന്നത്, എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ 1, ഒന്നാമത്തെ ഹോട്ടലിൻ്റെ, അതായത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഹോട്ടലിൻ്റെ ഗ്രേഡിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ഗ്രേഡിന് വേണ്ടി ചോദിക്കുന്നതിന് മുന്നേ കണ്ണൂർ എന്ന് പറയുന്നത് എവിടെ പോയി സ്റ്റോർ ആയിട്ടുണ്ടാവണം, നമ്മുടെ മെമ്മറിക്കകത്ത് ഹോട്ടലിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ട ബ്ലോക്ക് ഇതാണ്. ഇവിടെ എന്ത് സ്റ്റോർ ആയിട്ടുണ്ടാവും, കണ്ണൂർന്ന് സ്റ്റോർ ആയിട്ടുണ്ടാവും. കണ്ണൂർ കെ എന്ന് മാത്രമേ ഇതാണ്, കെ എന്ന് മാത്രമേ ഇതാണ്. ഇനി ഇപ്പോൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഗ്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗ്രേഡിന് വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്ക് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രേഡ് എൻ്റർ ചെയ്ത്, ഗ്രേഡ് ഞാനൊരു 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രേഡ് ഞാൻ 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് ഗ്രേഡ് എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും, ഇവിടെ 4 എന്ന് പറഞ്ഞ് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഈ ബ്ലോക്കിൽ ഇവിടെ 4 എന്ന് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി റെൻ്റ് ഓഫ് ദി ഹോട്ടലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത പ്രിൻ്റ് ഓഫ് സ്കാനഫ് വർക്ക് ചെയ്തിട്ടില്ലേ, റെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ റെൻറ്റിന് വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്ക് ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എൻ്റർ ചെയ്യുന്ന വാല്യൂ എവിടെ പോയി സ്റ്റോർ ആവും, ഈ ബ്ലോക്കിൽ പോയി സ്റ്റോർ ആവും. ഞാൻ എൻ്റർ ചെയ്യുന്ന റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 500 എന്ന് കൊടുക്കുകയാണ്, 500. അപ്പം 500 എന്നുള്ള റെൻറ്റ് എൻ്റർ ചെയ്താൽ റെൻറ്റ് എവിടെ പോയി സ്റ്റോർ ആവും, ഇവിടെയാണ് 500 എന്ന് പറയുന്ന റെൻറ്റ് പോയി സ്റ്റോർ ആകുന്നുണ്ടാവും. ഇവിടെ 500 എന്ന് പറയുന്ന റെൻറ്റ് അങ്ങ് സ്റ്റോർ ആവും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, എൻ്റർ ദി നമ്പർ ഓഫ് റൂംസ് ഇൻ ഹോട്ടൽ 1, ഒന്നാമത്തെ ഹോട്ടലിലെ റൂമിൻ്റെ എണ്ണം. റൂമിൻ്റെ എണ്ണം ഞാൻ എന്ത് കൊടുക്കുകയാണ്, 4 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം 14 എന്ന് വന്നിട്ടുണ്ട് കേട്ടോ, കാരണം 1 ഓൾറെഡി എൻ്റെ കൂടെ പ്രിൻ്റ് ആണ്, പ്രിൻ്റ് ആയതുകൊണ്ടാണ് 1 എന്ന് വന്നത്. നമുക്ക് ഡിസൈനിൽ ഒന്നുകൂടെ വേണമെങ്കിൽ /n ഇതൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കാം. ഈ ടൈമിൽ നമുക്ക് റണ്ണിങ്ങിൻ്റെ ഫ്ലോ കറക്റ്റ് ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ടൈം അത് ഭംഗിയാക്കാം. ഞാൻ 4 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ നമ്പർ ഓഫ് റൂംസ് എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും, ഇവിടെ 4 എന്ന് സ്റ്റോർ ആയിട്ടുണ്ടാവും. റൂമിൻ്റെ എണ്ണം 4, റൂമിൻ്റെ എണ്ണം 4. അതിനുശേഷം എന്താ കാണിക്കുന്നത് നോക്കിയാൽ, എൻ്റർ ദി ഡീറ്റെയിൽ ഓഫ് ഹോട്ടൽ 2 എന്നാണ് വന്നിട്ടുള്ളത്. അതായത് അവിടെ എന്താ സംഭവിച്ചടാ, റൂംസിന് എണ്ണം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ബ്രേസ് ക്ലോസിംഗ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നേരെ ഫോർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ പാർട്ട് പോയിട്ടുണ്ടാവും, ഐയുടെ വാല്യൂ 1 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഐയുടെ വാല്യൂ 1 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, 1 ലെസ് ദാൻ n ആണ് നോക്കിയിട്ടുണ്ടാവും.
അല്ലേ? അപ്പോൾ 1 ആണ് കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് സ്റ്റോർ ആവും? രണ്ടാമത്തെ A(1) എന്ന് പറയുന്ന ഇൻഡെക്സിൽ രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസുകളാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്റ്റോർ ആവും അല്ലേ? അപ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ? രണ്ടാമത്തെ ഹോട്ടലിൻ്റെ നെയിമാണ് ചോദിക്കുന്നത്. ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഹോട്ടലിൻ്റെ പേര് KMC എന്ന് കൊടുക്കുകയാണ്. അപ്പം അഡ്രസ്സ് ചോദിക്കുകയാണ്. അഡ്രസ്സ് ഞാൻ വടകര എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കാം. ഗ്രേഡ് ചോദിക്കുകയാണ്. ഗ്രേഡ് ഞാൻ എന്താണ് 3 എന്ന് കൊടുക്കുകയാണ്. റെൻ്റ് ഓഫ് ദി ഹോട്ടൽ ചോദിക്കുകയാണ്. ഞാനത് 900 എന്ന് കൊടുക്കുകയാണ്. നമ്പർ ഓഫ് റൂംസ് ചോദിക്കുകയാണ്. ഞാനത് 7 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. ഇപ്പോൾ എന്ത് ചോദിക്കുകയാണ്? മൂന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ വർക്ക് ചെയ്ത് രണ്ടാമത്തെ ഇറ്ററേഷനിൽ ഇത്രയും കാര്യം വർക്ക് ചെയ്തു. ഇവിടം വരെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ഡാറ്റയായ നമ്മുടെ ഹോട്ടലിൻ്റെ ഗ്രേഡ് എടുത്ത് വെക്കുകയാണ്. ഗ്രേഡ് ഞാൻ 3 ആണ് കൊടുത്തത് അല്ലേ? അപ്പം ഗ്രേഡ് എവിടെയാണ് പോയി സ്റ്റോർ ആയിട്ടുണ്ടാവുക എന്നുള്ള പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് സ്റ്റോർ ആയിട്ടുണ്ടാവും ഇവിടെ. ഇതാണ് ഗ്രേഡിന് വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്കിലെ. അപ്പം ഇവിടെ 3 എന്ന് പറഞ്ഞ് സ്റ്റോർ ആയിട്ടുണ്ടാവും അല്ലേ? ഒന്നാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് നമ്മൾ 4 എന്നാണ് കൊടുത്തത്. രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ബാക്കി ഞാൻ എഴുതുന്നില്ല കേട്ടോ, സമയം എടുക്കുന്നതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് അത് സ്കിപ്പ് ചെയ്യാണ്. ഇവിടെ ഗ്രേഡ് മാത്രം 3 എന്ന് കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുകയാണ്. മൂന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ എവിടെയാണ് സ്റ്റോർ ആവുക? A(2) എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ആവുക അല്ലേ? മൂന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ A(2) എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് സ്റ്റോർ ആവുക. ഹോട്ടലിൻ്റെ പേര് ചോദിക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് ഞാൻ എന്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കാം, ഗാലക്സി എന്ന് കൊടുക്കുകയാണ്. അഡ്രസ്സ് ചോദിക്കുകയാണ്. അഡ്രസ്സ് ഞാൻ കോഴിക്കോട് എന്ന് കൊടുക്കുകയാണ്. ഇനി ഗ്രേഡ് ചോദിക്കുകയാണ്. ഗ്രേഡ് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഗ്രേഡ് കോഴിക്കോടുള്ള ഹോട്ടലിലും ഗ്രേഡ് 4 എന്ന് കൊടുക്കുകയാണ്. ദെൻ നമ്പർ ഓഫ് റെൻറ്റ് ചോദിക്കുകയാണ്. റെൻറ്റ് ഞാൻ 700 എന്ന് കൊടുക്കുകയാണ്. ദെൻ നമ്പർ ഓഫ് റൂംസ് ചോദിക്കുകയാണ്. ഞാനത് എന്താ കൊടുക്കുക? നമുക്ക് 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്ത സമയത്ത് ഗ്രേഡ് കൊടുത്ത സമയത്ത് അടുത്ത ഹോട്ടലിൻ്റെ ഡീറ്റെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാലാമത്തെ ഹോട്ടലിൻ്റെ, കാരണം 4 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യണം നമ്മൾ ഫസ്റ്റ് കൊടുത്ത്. നാലാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രേഡ് എത്രയാണ് കൊടുത്തത്? 4 എന്നാണ് കൊടുത്തത്. അത് മാത്രം ഞാൻ മാറ്റി ചെയ്തതാണ് കേട്ടോ. A(2) എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഞാൻ സ്റ്റോർ ചെയ്ത ഗ്രേഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 4 എന്ന് കൊടുക്കുകയാണ്. 4 എന്ന് കൊടുക്കുകയാണ്. ബാക്കിയൊക്കെ ഞാൻ എഴുതാട് വെക്കുകയാണ്, കാരണം നമുക്ക് ഇത് വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എഴുതാണ്ട് സ്കിപ്പ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ആയതുകൊണ്ടാണ് അത് മാത്രം എഴുതി വെക്കുന്നത്. ബാക്കിയൊക്കെ അവിടെ ഫില്ലാവും. അപ്പോൾ അതിനുശേഷം നാലാമത്തെ ഹോട്ടലിൻ്റെ നെയിം ചോദിക്കുകയാണ്. നാലാമത്തെ ഹോട്ടലിൻ്റെ നെയിം ഞാൻ എന്താ കൊടുക്കുക? നമുക്ക് എന്തൊക്കെ ഒരു നെയിം, ഇപ്പം YMC എന്ന് കൊടുക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് YMC എന്ന് കൊടുക്കുകയാണ്. അഡ്രസ് ഓഫ് ദി ഹോട്ടൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്? തലശ്ശേരി എന്ന് കൊടുക്കുകയാണ്. അഡ്രസ് ഓഫ് ദി ഹോട്ടൽ തലശ്ശേരി എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. ദെൻ ഹോട്ടലിൻ്റെ ഗ്രേഡ് ചോദിക്കുന്നു. നാലാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ എന്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 2 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. അപ്പം ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രേഡ് എവിടെ വന്ന് സ്റ്റോർ ആവും? ഗ്രേഡിന് വേണ്ടി റിസർവ് ചെയ്ത ബ്ലോക്കിൽ, അതായത് ഇവിടെ A(3) എന്ന് പറയുന്ന ഇൻഡെക്സിൽ ഗ്രേഡ് സ്റ്റോർ ആവും അല്ലേ? ഗ്രേഡ് നമ്മളെന്താ കൊടുത്തത്? ഗ്രേഡ് നമ്മളിപ്പോൾ കൊടുത്തത് 2 എന്താണ്? ഗ്രേഡ് 2 എന്നാണ് കൊടുത്തത്. അപ്പോൾ 2 എന്ന് പറയുന്ന ഡാറ്റ എവിടെ സ്റ്റോർ ആവും? ഈ ബ്ലോക്കിൽ. ഇവിടെ വന്നിട്ട് 2 എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ആവും. ഇവിടെ 2 എന്ന് പറയുന്ന ഡാറ്റ ഉണ്ടാവും. ഇപ്പോൾ എന്തിനു വേണ്ടി എഡിറ്റ് ചെയ്യാം? റെൻറ്റ് ചോദിക്കുകയാണ്. റെൻറ്റ് ഞാൻ 800 കൊടുക്കുകയാണ്. ദെൻ നമ്പർ ഓഫ് റൂംസ് ചോദിക്കുകയാണ്. നമ്പർ ഓഫ് റൂംസ് ഞാൻ എത്ര കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. ഇനി നോക്കിക്കോളെ, എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ. ഇപ്പോൾ എന്ത് വർക്ക് ചെയ്തു? നമ്മളെ ഫോർ ലൂപ്പിന് പുറത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു, ഈ ഒരു കോഡ്. അതായത് ഫോർ ലൂപ്പിന് ഇപ്പോൾ എക്സിറ്റ് ആയി അല്ലേ? 0th ഇൻഡെക്സ് മുതൽ 0th ഇൻഡെക്സ് 1, 2, 3 ഇത്ര ഇൻഡെക്സിൽ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്ത്, അതായത് 4 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രേഡ് സെർച്ച് ചെയ്യാൻ പോകണം അല്ലേ? പെർട്ടിക്കുലർ ഗ്രേഡുള്ള ഹോട്ടലിന് എടുക്കണം. അപ്പം ഏത് ഗ്രേഡുള്ള ഹോട്ടലിനെയാണ് നമുക്ക് വേണ്ടതെന്നൊരു മെസ്സേജ് അവിടെ ചോദിച്ചു. എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ എന്നുള്ള മെസ്സേജ് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഗ്രേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേഡുള്ള ഹോട്ടലുകളെയാണ് ഈ പ്രിൻ്റ് ആവുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ ഗ്രേഡ് കൊടുക്കുകയാണ്. ഹോട്ടലിൻ്റെ ഗ്രേഡ് എനിക്ക് സെർച്ച് ചെയ്യാൻ എനിക്ക് വേണ്ട ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ 4 കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുന്നില്ല. എൻ്റർ അടിക്കുന്ന മുന്നേ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ നോക്കാം. 4 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടൽ ഏതൊക്കെയാണ് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട് ഒരു 4 എന്ന് പറയുന്ന ഗ്രേഡുള്ള ഹോട്ടൽ അല്ലേ? ഗ്രേഡ് നോക്കി ഇവിടെ 4 എന്നാണ് കൊടുത്തത്. പിന്നെയോ A(2) എന്ന് പറയുന്ന ഇൻഡെക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഹോട്ടലിനും എന്താണ് ഗ്രേഡ് 4 എന്നാണ് അല്ലേ? അപ്പോൾ ഈ 2 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ പ്രിൻ്റ് ആയിട്ട് വരാൻ പാടുള്ളൂ.
ഞാനൊന്ന് 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ഹോട്ടലിൻ്റെ പേരാണ് വന്നത്? എക്സോട്ടിക്കേൻ്റെതും അതുപോലെ ഗാലക്സീൻ്റെതും അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ഐയുടെ വാല്യൂ 0 ആക്കി ഫോർ ലൂപ്പിൻ്റെ അകത്ത് നോക്കിയേക്കണം. ഐയുടെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ എൻ, എന്നിൻ്റെ വാല്യൂ 4 ആയിട്ടാണ് നമ്മൾ കൊടുത്തല്ലേ. ഐ ലെസ് ദാൻ എൻ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്, ഉള്ളിലേക്ക് ഇറങ്ങുന്നു. ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താ? ഐയുടെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ എ ഓഫ് 0യിലുള്ള ഗ്രേഡ് എന്താണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്? 4 നമ്മൾ ഗ്രേഡ് സെർച്ച് ചെയ്യാൻ ഫൈൻഡ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട കീവേഡ് നമ്മൾ ഇപ്പോൾ ഇട്ട കീ 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്ന കീക്ക് എ ഓഫ് 0യിലുള്ള ഗ്രേഡ് ഈക്വൽ ആണോ നോക്കുകയാണ് അല്ലേ. അപ്പോൾ എ ഓഫ് 0യിലുള്ള ഗ്രേഡ് എന്താ? എ ഓഫ് 0യിലുള്ള ഗ്രേഡ് 4 ആണ്. അപ്പോൾ 4 അത് എന്താണ്? നമ്മൾ സെർച്ച് ചെയ്ത വാല്യൂ ആയ 4 അത് ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ആ കണ്ടീഷൻ അവിടെ ട്രൂ ആയി അല്ലേ. ഐഫിൻ്റെ കണ്ടീഷൻ അവിടെ ട്രൂ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇത്രയും കോഡുകൾ വർക്ക് ചെയ്യും. അതായത് ആ പെർട്ടിക്കുലർ ഇൻഡെക്സിലെ എല്ലാ ഡാറ്റയും പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ബ്രേസ് ക്ലോസിംഗ് കാണും. ഈ ബ്രേസ് ക്ലോസിംഗ് ആരുടെ? ഫോർ ലൂപ്പിൻ്റെ ബ്രേസ് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ പാട്ട് പോകും. ഐയുടെ വാല്യൂ എന്താവും? 1 ആവും. 1 ആവുമ്പോൾ ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ എൻ ആണോ നോക്കും. 1 ലെസ് ദാൻ എൻ ആണ്. എന്നിൻ്റെ വാല്യൂ 4 ആയതുകൊണ്ട് 1 ലെസ് ദാൻ എൻ ആണ്. ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെന്താ ചെക്ക് ചെയ്യുന്നത്? എ ഓഫ് 1ലുള്ളത്, എ ഓഫ് 1ൽ ഡാറ്റ എടുത്ത് നോക്കുന്നത്. എ ഓഫ് 1ലുള്ള ഗ്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത 4 എന്ന് പറയുന്ന ഗ്രേഡിന് ഈക്വലാന്ന് നോക്കുകയാണ്. അപ്പോൾ എ ഓഫ് 1ലെ അവസ്ഥ എന്താ? എ ഓഫ് 1ലെ ഗ്രേഡ് നമ്മൾ 3 എന്നാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ 3 എന്ന് പറയുന്ന ഗ്രേഡ് ഒരിക്കലും എന്തായിട്ട് മാച്ച് ആവില്ല? ഈ GR എന്ന് പറയുന്ന വേരിയബിളിനകത്തിലെ വാല്യൂ ആയിട്ട് മാച്ച് ആവില്ല. അത് ഇഫിൻ്റെ കണ്ടീഷൻ തെറ്റി, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കോഡും വർക്ക് ആവില്ല. അതിനുശേഷം ഈ ബ്രേസ് ക്ലോസിംഗ് ആണ്. ഫോർ ലൂപ്പിൻ്റെ അപ്ഡേഷനിൽ പോകും. ഐയുടെ വാല്യൂ എന്താവും? 1ൽ നിന്ന് 2 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ എൻ ആണ് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് ഇറങ്ങും. ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഇഫ് കാണുകയാണ്. ഇഫിൻ്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുന്നുണ്ടാവുക? എ ഓഫ് 2ലുള്ള ഗ്രേഡ് 4 ആണോ നോക്കും അല്ലേ. അപ്പോൾ എ ഓഫ് 2ലുള്ള അവസ്ഥ എന്താ? എ ഓഫ് 2ലുള്ളത്, എ ഓഫ് 2 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള ഗ്രേഡ് എന്താ? 4 ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? കണ്ടീഷൻ അഗെയിൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഐഫ് ട്രൂ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ എ ഓഫ് 2 എന്ന് പറയുന്ന ഇൻഡെക്സിലെ ഡീറ്റെയിൽസ് മൊത്തം പ്രിൻ്റ് ആവേണ്ട കോഡാണിത്. അപ്പോൾ എ ഓഫ് 2ലുള്ള ഡീറ്റെയിൽസ് മൊത്തം എന്താവും? പ്രിൻ്റ് ആയിട്ട് വരും. എ ഓഫ് 2 എന്ന് പറയുന്ന ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻഡെക്സ്. ഇവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്കൊക്കെയാണോ സ്റ്റോർ ചെയ്തത് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ആയി വരും. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ എ ഓഫ് 3ൽ പോയിട്ട് ഗ്രേഡ് എന്താണെന്ന് നോക്കണം, 4 ആണെന്ന് നോക്കണം. അപ്പം എന്ത് ചെയ്യും? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഫോർ ലൂപ്പ് അടുത്ത ഐട്രേഷനിലേക്ക് പോകും. ഇതിന് ശേഷം വീണ്ടും ഐട്രേഷനിലേക്ക് പോകും. ഐയുടെ വാല്യൂ എന്താവും? 3 ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ എൻ ആണെന്ന് നോക്കും. ആണ് ഉള്ളിലേക്ക് ഇറങ്ങും. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്യുന്നുണ്ടാവും? എ ഓഫ് 3ലുള്ള ഗ്രേഡ് 4 ആണെന്ന് നോക്കും. അപ്പോൾ എ ഓഫ് 3ലുള്ള ഗ്രേഡ് എന്താ അവസ്ഥ? എ ഓഫ് 3ലുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് 2 ആണ്. 4 ഈക്വൽ അല്ല. കണ്ടീഷൻ തെറ്റി. അപ്പം ഇഫിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. വീണ്ടും ഫോർ ലൂപ്പ് ഇവിടെ ബ്രേസ് ക്ലോസ് ചെയ്യും. ഫോർ ലൂപ്പിൻ്റെ അപ്ഡേഷനിൽ പോകും. ഐയുടെ വാല്യൂ എന്താവും? 4 ആവും. 4 ആവുന്ന സമയത്ത് നോക്കണേ. ഐ ലെസ് ദാൻ എൻ നോക്കുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ 4 എന്ന് എൻ്റർ ചെയ്തത് അല്ലേ. അപ്പം 4 ലെസ് ദാൻ എൻ എന്ന് പറയുന്ന 4 ലെസ് ദാൻ 4 എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ തെറ്റും അല്ലേ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ തെറ്റാണ് അല്ലേ. ഐയുടെ വാല്യൂ 4ഉം എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ കണ്ടീഷൻ അവിടെ തെറ്റിയതുകൊണ്ട് ഉള്ളിലേക്ക് ഇറങ്ങില്ല. നേരെ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും അല്ലേ. അപ്പം അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എൻ്റർ ചെയ്ത അത്രയും ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ എത്ര ലൊക്കേഷൻ എൻ്റർ ചെയ്തത്? എ ഓഫ് 0 മുതൽ എ ഓഫ് 3 വരെയുള്ള ലൊക്കേഷനുകളിൽ 4 ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്തത്. അപ്പം 4 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് ഈ പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണെന്ന് നോക്കിയാൽ മതി. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആണെന്ന് മാത്രം. നമുക്ക് ഓരോ ഇൻഡെക്സിൽ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം അല്ലേ. നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്ത നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഗ്രേഡുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഓരോ ഇൻഡെക്സിലുള്ള വാല്യൂ അതിനായിട്ട് മാച്ച് ആകുന്നുണ്ടോ ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പ്രിൻ്റ് ആവും. ഓക്കെ, ഞാൻ അവിടെ ഒന്ന് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കാണ്. നമ്മളൊരു ഇത് കൊടുത്താണ്, കോളൻ കൊടുത്തു. എൻ്റെ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടലിൻ്റെ മെസ്സേജിന് മുന്നേ ഒരു സ്ലാഷനൊക്കെ വെച്ചു. ഓരോ ലൈനിലും ഓരോ സ്ലാഷനുകൾ കൊടുക്കുകയാണ്. എൻ്റെ ഓഫ് ദി അഡ്രസ് ഓഫ് ഹോട്ടൽ എന്നുള്ള മെസ്സേജിൻ്റെ കൂടെ ഇത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കുകയാണ്. ദെൻ എൻ്റെ ഓഫ് ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ എന്ന മെസ്സേജിൻ്റെ കൂടെ ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കുകയാണ്. എൻ്റെ ഓഫ് ദി റെൻ്റ് ഓഫ് ദി ഹോട്ടൽ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കുകയാണ്. എല്ലാ ലൈനൊരു ലൈൻ ബ്രേക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ഭംഗിയാവും കാര്യങ്ങൾ. എൻ്റെ ഓഫ് ദി നമ്പർ ഓഫ് റൂംസ് അവിടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്? എന്ത് കൊടുക്കണം? എൻ്റെ ഓഫ് ദി റെൻ്റ് ഓഫ് ദി ഹോട്ടൽ ഇവിടെ കൊടുക്കണം. മാറ്റി ഇവിടെ ഇടുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. ഇവിടെ ഇട്ടു. ദെൻ എൻ്റെ ദി നമ്പർ ഓഫ് റൂംസ് ഇൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ലാഷിന് കൊടുക്കുകയാണ്. എൻ്റെ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കുകയാണ്.
ഇതൊക്കെ ഓൾറെഡി സ്ലാഷ് ചിഹ്നങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം, ഭംഗിയായിട്ടുണ്ടോ എന്ന് റൺ ചെയ്ത് നോക്കാം. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യാണ്, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. എൻ്റർ ദി നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് 2 കൊടുക്കുകയാണ്. എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ 1. എൻ്റർ ദി നെയിം ചോദിക്കുകയാണ്, ഞാൻ ABC എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദി അഡ്രസ് ഓഫ് ഹോട്ടൽ ഞാൻ XYZ എന്ന് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ ദി ഗ്രേഡ് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. റെൻ്റ് ഓഫ് ദി ഹോട്ടൽ ഞാൻ 500 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 500 കൊടുത്തപ്പോൾ രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുകയാണ് അല്ലേ. 500 കൊടുത്ത ശേഷം നമ്പർ ഓഫ് റൂംസ് ചോദിക്കുകയാണ്. നമ്പർ ഓഫ് റൂംസ് ഞാൻ 2 കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചോദിക്കുകയാണ്, രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്, നെയിം ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ നെയിം ഞാൻ എന്ത് കൊടുക്കുകയാണ്, WER എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദി അഡ്രസ് ഓഫ് ഹോട്ടൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, TYU എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദി ഗ്രേഡ് ചോദിക്കുകയാണ്, ഗ്രേഡ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, 4 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. റെൻറ്റ് ചോദിക്കുകയാണ്, റെൻറ്റ് ഞാൻ ഒരു 600 കൊടുക്കുകയാണ്. ദെൻ ദ നമ്പർ ഓഫ് റൂംസ് ചോദിക്കുകയാണ്, ഞാനത് 4 എന്ന് കൊടുക്കുകയാണ്. ചുമ്മാ ഇത് ഭംഗിയായിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഫസ്റ്റ് ടൈം നമ്മൾ കൃത്യമായ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. 4 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ. ഇപ്പോൾ എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ എന്ത് ചോദിക്കുകയാണ്, ഗ്രേഡ് ചോദിക്കുകയാണ്. ഇപ്പം ഗ്രേഡ് ഞാനെന്ത് കൊടുക്കുകയാണ്, ഇപ്പം ചോദിക്കുന്ന ഗ്രേഡ് എന്ത് ഗ്രേഡാണ്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഗ്രേഡാണ് അല്ലേ. എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ അല്ലേ. അപ്പം എന്ത് ചെയ്യാം, ഇപ്പോൾ സെർച്ച് ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് റീഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ചോദിച്ചത് എന്താണെന്ന്, ഈ 4ാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് അങ്ങോട്ടേക്ക് റീഡ് ചെയ്ത് വെക്കാൻ എൻ്റർ ചെയ്യലാണോ അല്ലെ സെർച്ചിങ് ആണോ എന്ന് എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാലൊന്നും ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ദി ഗ്രേഡ് ഓഫ് ദി ഹോട്ടൽ ഇങ്ങനെ കൊടുക്കുകയാണ്. എൻ്റർ ദി ഗ്രേഡ് ടു സെർച്ച് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താൽ ഒന്നുകൂടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമാകും. പ്രോഗ്രാമിൽ എക്സിക്യൂഷനിൽ കുഴപ്പമൊന്നുമില്ല, മെമ്മറി അലോക്കേഷനിലും കാര്യങ്ങളൊക്കെ ഒന്നും സ്റ്റോറിങ്ങിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, റീഡബിലിറ്റി ഒന്നുകൂടെ കിട്ടും. എൻ്റെ അടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 1 കൊടുക്കണം, 1 കൊടുക്കാം അല്ലേ, 2 കൊടുക്കാം. ഡീറ്റെയിൽസ് ഓഫ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. ഞാൻ ABC എന്ന് കൊടുത്തു. അഡ്രസ്സ് XYZ എന്ന് കൊടുത്തു. ഗ്രേഡ് ഞാൻ 2 എന്ന് കൊടുത്തു. റെൻറ്റ് ഞാൻ 400 എന്ന് കൊടുത്തു. നമ്പർ ഓഫ് റൂംസ് 2 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ ചോദിക്കുകയാണ്. നെയിം കൊടുക്കുകയാണ്, നെയിം ചോദിക്കുകയാണ്, ഞാൻ WER എന്ന് കൊടുക്കുകയാണ്. അഡ്രസ്സ് YUI എന്ന് കൊടുക്കുകയാണ്. ഗ്രേഡ് ഞാൻ എന്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ ഒരു 6 എന്ന് കൊടുക്കുകയാണ്. 1 to 5 നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒന്നാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് നമ്മൾ 2 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ 3 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. എൻ്റർ ദി റെൻ്റ് ഓഫ് ദി ഹോട്ടൽ ഞാനത് 800 എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. നമ്പർ ഓഫ് റൂം ചോദിക്കുകയാണ്, ഞാനത് 3 എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇത് ചോദിക്കുന്നതാണല്ലോ എൻ്റർ ദി ഗ്രേഡ് ടു സെർച്ച്. നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഗ്രേഡ് ഏതാണെന്ന് ചോദിക്കണം. നമുക്ക് ഏത് തരം ഗ്രേഡുള്ള ഹോട്ടലാണ് വേണ്ടത്. നമുക്കിപ്പോൾ വേണ്ടത് ഗ്രേഡ് 2 ആയ ഹോട്ടലാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, 2 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഏത് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ പ്രിൻറ്റ് ചെയ്യണം, ഒന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ പ്രിൻ്റ് ചെയ്യാം. കാരണം ഒന്നാമത്തെ ഹോട്ടലിനാണ് 2 എന്ന് പറയുന്ന ഗ്രേഡ് കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഹോട്ടലിൻ്റെ ഗ്രേഡ് ഞാൻ 3 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ആണ് പ്രിൻ്റ് ആവേണ്ടത്. ഒന്നാമത്തെ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽ പ്രിൻ്റ് ചെയ്യാൻ ABC എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. എൻ്റർ അടിക്കുകയാണ്. ABC എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് പ്രോഗ്രാമിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അരേ എന്ന് പറയുന്ന അരേ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണിത്.